ഇല്ല, കേവലം പ്രതികാരം. ഒന്ന് പുനരാലോചിക്കാം. ആവശ്യമേ ഇല്ല. നിങ്ങൾ സ്പഷ്ടമായി കേൾക്കണം. അവർക്കെതിരെ പ്രതികാരം വീട്ടുവാൻ നിങ്ങളെല്ലാം സഹായിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആശ്രമം ത്യജിച്ച് മറ്റെവിടെയെങ്കിലും പോകും. അതെ, ഞങ്ങൾ ആശ്രമം ത്യജിച്ചു പോകും. നാം വിവശരാണ്. നമുക്കിനി യജ്ഞദേവനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി മഹായജ്ഞേഷ്ഠി യജ്ഞം നടത്തേണ്ടി വരും. ഇനി അത് മാത്രമേ ഒരു ഉപായം മുന്നിലുള്ളൂ. ഓം യജ്ഞദേവായ സ്വാഹ സ്വാഹ. ഓം യജ്ഞദേവായ സ്വാഹ സ്വാഹ. ഓം യജ്ഞദേവായ സ്വാഹ സ്വാഹ. ഓം മഹേജ്വായ സ്വാഹ സ്വാഹ. ഓം മഹേജ്വായ സ്വാഹ സ്വാഹ. ഓം മഹേജ്വായ സ്വാഹ സ്വാഹ. ഓം പരായ യജ്ഞപുരുഷായ 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 സ്വാഹ. ഓം പരായ യജ്ഞപുരുഷായ സ്വാഹ സ്വാഹ. ഓം പരായ തേജസ്വേ സ്വാഹ സ്വാഹ. ഓം പരായ യജ്ഞവംശായ സ്വാഹ സ്വാഹ. ഓം പരായ തേജസ്സേ സ്വാഹ സ്വാഹ. ഋഷിമാരെ, പറഞ്ഞാലും എന്തുദ്ദേശത്തോടെയാണ് നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് നമ്മെ ആവാഹിച്ചത്? യജ്ഞദേവ, ഞങ്ങൾക്ക് ഗൗതമനോടും അഹല്യോടും ഞങ്ങൾ അപമാനിച്ചതിന് പ്രതികാരം വീട്ടണം. നിങ്ങൾക്ക് പ്രതികാരം വീട്ടണം. അതിന് എന്റെ ആവശ്യം എന്താണ്? യജ്ഞദേവ, അങ്ങ് അവരെ രണ്ട് നശിപ്പിക്കണം. നശിപ്പിക്കുകയോ? ഞാനോ? അതെ യജ്ഞദേവ, അവരെ നശിപ്പിക്കണം. ആശ്ചര്യം, മഹാശ്ചര്യം. ഋഷിമാർ യജ്ഞം നടത്തുന്നത് മംഗളോദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. ദേവൻ പ്രത്യക്ഷപ്പെടുന്നത് സുഖവും സമ്പത്തും വരം നൽകാനായാണ്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരാളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ലോകമംഗളം ഇച്ഛിക്കുന്ന വ്യക്തിയെ. ആ വിനാശകാര്യം നിങ്ങൾ നമ്മെ കൊണ്ട് നടത്താൻ ഇച്ഛിക്കുന്നുവോ? ഋഷിമാരും ദേവന്മാരും കൂടി വിനാശത്തിനായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ അസുരന്മാരും ദൈത്യന്മാർക്കും പ്രവർത്തിക്കാൻ എന്ത് ശേഷിക്കും? സുരനും അസുരനും ഋഷിയും മുനിയുമെല്ലാം വിനാശകാര്യങ്ങൾക്കായി ഏർപ്പെട്ടാൽ സമ്പൂർണ്ണ ജഗത്ത് തന്നെ നരകമായി തീരും. നമ്മെ ആവാഹിച്ച സ്ഥിതിക്ക് നാം എന്തെങ്കിലും മംഗളകാര്യം പൂർത്തിയാക്കി തരാം. വിനാശകാര്യം ജീവികൾ പറയാതെ തന്നെ എപ്പോഴും ഇപ്പോഴും ചെയ്യാറുണ്ടല്ലോ. അവർ അഹംഭാവികളാണ് യജ്ഞദേവ. അഹംഭാവികളെ നശിപ്പിക്കുന്നതും മംഗളകാര്യം തന്നെയാണ്. അവർ അഹംഭാവികളാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ഞാനല്ല. നിങ്ങളുടെ തീരുമാനം ഞാനും മാനിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ഗൗതമ ഋഷിക്ക് അഹിതം പ്രവർത്തിക്കില്ല. നിങ്ങൾ ദുർദ്ദേശം ത്യജിച്ച് വല്ല വരദാനവും വാങ്ങണം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലതും ഉചിതവുമാവുക. യജ്ഞദേവ, ഞങ്ങൾ ആവാഹിച്ച അങ്ങ് പ്രത്യക്ഷനായി. ഇനി താങ്കൾ ഞങ്ങൾക്ക് യജ്ഞഫലം നൽകിയേ തീരൂ. അതിനാണ് ഞാൻ വന്നതും. യജ്ഞഫലം എന്ന നിലയ്ക്ക് ഗൗതമന്റെയും അഹല്യയുടെയും വിനാശമാണ് ഞങ്ങളുടെ ഇച്ഛ. യജ്ഞത്തിന്റെ ഫലം വിനാശകാരി ഒരിക്കലുമായിട്ടില്ല, ഭാവിയിൽ ആവുകയുമില്ല. വിനാശം യജ്ഞം പോലെ പവിത്രവും മംഗളകാരിയുമായ കർമ്മങ്ങളുടെ ഫലമായി മാറിയാൽ പൃഥ്വിയിൽ മൃത്യു ദുർഭാവന എന്ന ചിലങ്ക കെട്ടി ദുഃഖത്തിനും പീഡയ്ക്കും താളം ചവിട്ടി നൃത്തം ചെയ്യുവാൻ ആരംഭിക്കും. അപ്പോൾ എന്തു ചെയ്യും? യജ്ഞദേവൻ ഗൗതമന് പ്രത്യക്ഷമായി അഹിതം ചെയ്യില്ല. എന്നാൽ അപ്രത്യക്ഷമായി ചെയ്യണം. അതിനൊരു യുക്തി പ്രയോഗിക്കണം. ഒരു ഉപായമുണ്ട്. എന്താ? ഹേ യജ്ഞദേവ, അങ്ങ് പ്രത്യക്ഷ രൂപത്തിൽ ഗൗതമ മുനിക്ക് അഹിതം ചെയ്യാൻ ഒരുക്കമല്ല എങ്കിൽ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന സ്വീകരിക്കണം. പറയൂ. താങ്കൾ ഒരു ക്ഷീണിതയായ ആസന്ന മരണയായ പശുവിന്റെ രൂപത്തിൽ ഗൗതമ ഋഷിയുടെ ആശ്രമത്തിൽ പോകണം. അവിടെ വെച്ച് അത് പ്രാണൻ ത്യജിക്കണം. അങ്ങനെ അവർക്ക് ഗോഹത്യാ പാപം ബാധിക്കും. ഞങ്ങൾ അവരെ പ്രായശ്ചിത്തം ചെയ്യുവാൻ നിർബന്ധിതരാക്കും. പ്രത്യക്ഷമാകട്ടെ അപ്രത്യക്ഷമാകട്ടെ, നിങ്ങൾ എന്നെ കൊണ്ട് ഗൗതമ ഋഷിക്ക് അഹിതം ചെയ്യാൻ ഇച്ഛിക്കുന്നു. അത് അനുചിതമാണ്. നിങ്ങൾ ഒരു വരദാനം ചോദിക്കാത്തത് എന്താണ്? നിങ്ങളുടെ ഹിതം. യജ്ഞദേവ, അങ്ങ് പ്രത്യക്ഷപ്പെട്ടല്ലോ. അപ്പോൾ യജ്ഞഫലം നൽകുന്നതിനും പ്രതിബദ്ധനാണ്. യജ്ഞത്തിന്റെ ഫലം യജ്ഞിയുടെ ആഗ്രഹമനുസരിച്ച് നൽകപ്പെടുന്നു. താങ്കൾ ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ചേ തീരൂ.
പ്രത്യക്ഷമായല്ലോ, ഫലം തീർച്ചയായും നൽകേണ്ടി വരും. ഞാൻ മരണമെടുത്ത പശുവാകാം. ഇനി കാണാം അവരുടെ ദുർദശയുടെ കളി. ഗൗതമനും അഹല്യയും രണ്ടുപേരും കളങ്കിതരാകും. ആ കളങ്കം മൃത്യുവിന് സമാനമായിരിക്കും. സ്വാമിൻ, ഒന്ന് ഇവിടെ വന്ന് നോക്കണം. ഒരു ദുർബലയായ പശു എവിടുന്നാണെന്ന് അറിയില്ല നമ്മുടെ ആശ്രമത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ അതിനെ സഹായിച്ച് പാലിക്കേണ്ടതുണ്ട്. അയ്യോ, ഇതെന്തു പറ്റി? അയ്യോ, ഈ പശു നമ്മുടെ ഭാഗത്തുള്ളതല്ല. പിന്നെ എവിടുന്ന് വന്നു? എവിടെ നിന്നോ വന്നതാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള സർവ്വ പശുക്കളും പട്ടിണിയിൽ നിന്നെല്ലാം മുക്തരായി സുഭിക്ഷരായി വിശ്രമിക്കുകയാകും. പക്ഷെ ഈ പശു രോഗിയും അതിദുർബലയുമാണ്. അയ്യോ അയ്യോ, ഇത് കിടന്നുവല്ലോ. അയ്യോ സ്വാമി, ഇതിന്റെ പ്രാണൻ പോയല്ലോ. അയ്യോ, വലിയ അനിഷ്ടമായി പോയി. ഇനി എന്ത് ചെയ്യും? ഗോമാതാവേ, ഞങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തത്? ഞങ്ങളുടെ അങ്കണത്തിൽ വന്ന് ജീവൻ ത്യജിക്കാൻ. പശു പ്രാണത്യാഗം ചെയ്തല്ലോ. പശു പ്രാണൻ ത്യജിച്ചതോ അതോ അതിന്റെ പ്രാണൻ അപഹരിച്ചതോ? പ്രാണൻ അപഹരിക്കയോ? ആരെ? മറ്റാരാണ്? ആരാണ് ഇതിനെ വധിക്കുക? താങ്കൾ ഇതെന്താണ് പറയുന്നത്? പറയുന്നത് എന്തായാലും ശരിക്കും ചിന്തിച്ചു വേണം പറയാൻ. ഒരാശ്രമത്തിൽ ഒരു ഋഷിയുടെ കരങ്ങളാൽ ഗോവധം എങ്ങനെ സംഭവിക്കാനാ? സംഭവിച്ചല്ലോ. അതായത് സംഭവിച്ചു കഴിഞ്ഞു. അതെങ്ങനെയെന്ന് ചോദ്യമേ ഉദിക്കുന്നില്ല. ഇല്ല, ഇത് സത്യമേ അല്ല. എന്താ ഇത് സത്യമല്ലേ? ഈ പശു ഈ ആശ്രമത്തിൽ പ്രാണൻ ത്യജിച്ചു എന്നത്? എന്താ ഇതും അസത്യമാണോ? ഈ പശു ഈ ആശ്രമത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച പ്രാണം ത്യജിച്ചു എന്നത്? നിങ്ങൾ ഇരുവരും ചേർന്ന് ഗോഹത്യ നടത്തി കഴിഞ്ഞു. നിങ്ങൾ രണ്ടും ഗോഹത്യ ചെയ്തു. ഗോഹത്യ ചെയ്ത പാപികൾ! ധിക്കാരം കണ്ടില്ലേ അവരുടെ ഒരു അഹംഭാവം? ഇന്ന് വരെ ഒരു ഋഷിയും ഗോഹത്യ എന്ന അപരാധം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ അപരാധം ചെയ്തിട്ടില്ല. അപരാധികൾ സമ്മതിക്കാറുണ്ടോ തങ്ങൾ അപരാധം ചെയ്തുവെന്ന്? ഞങ്ങൾ അപരാധികളെ അല്ല. നിങ്ങൾ ഇവിടം വിടണം. ഉടനെ ബ്രഹ്മഗിരി വിട്ടുപോകണം. നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് പോയേ തീരൂ. പക്ഷേ എന്തിന്? കാരണം നിങ്ങൾ ഗോഹത്യ ചെയ്തവരാണ്. ഗോഹത്യ ചെയ്തവരെ കാണുന്നത് പോലും പാപമാണ്. നിങ്ങൾ ഇവിടെ വസിച്ചാൽ നിത്യവും നിങ്ങളെ കാണേണ്ടതായി വരും. നിങ്ങളുടെ മുഖം ദർശിച്ചാൽ ഞങ്ങളും ദൂഷിതരായി തീരും. ഉടൻ ഈ ആശ്രമം വിട്ടുപോകണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ അതുവരെ അഗ്നിദേവനും പിതൃക്കളും ഞങ്ങളുടെ ഹവ്യവസ്തുക്കളൊന്നും തന്നെ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ഛായയിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണം. പോകൂ, ഇവിടെ നിന്നും പോകൂ. അകാരണമായി ഗോഹത്യയുടെ പാപം ഞങ്ങളുടെ മേൽ ചുമത്തുകയാണ്. അറിയാൻ വയ്യ ദുർബലയായ ഈ പശു എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നെന്ന്. ഞങ്ങൾ അതിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങും മുൻപേ. മതി, ഇനി അധികമൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടും ഉടനെ തന്നെ ഈ ആശ്രമം വിട്ടു പോയില്ലെങ്കിൽ ഞങ്ങൾ സഹ്യാദ്രി പ്രദേശത്തെ സർവ്വ ഋഷിമാരെയും വിളിച്ചുകൂട്ടി നിങ്ങളുടെ ഗോഹത്യ പാപം അവരുടെ സമക്ഷം അറിയിക്കും. ഇങ്ങനെ അനർത്ഥം ചെയ്യാൻ എന്തിനൊരുപ്പെടുന്നു? കാരണം നിങ്ങൾ ഗോഹത്യ ചെയ്തു. സ്വാമിൻ, ഇതെന്തൊരു സങ്കടമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. വിധാതാവ് വിപരീതനായി കഴിഞ്ഞാൽ ഇത്തരം ദുർഘടനകൾ സംഭവിക്കും ദേവി. നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങളാണ്. വിചാരവിനിമയവും ഭാഗ്യചിന്തനവും ഇവിടെ നിന്ന് ദൂരെ പോയി ചെയ്യണം. നിങ്ങളെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ഗോഹത്യ ചെയ്തുവെന്ന്. ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുവാനും ഒരുക്കമല്ല. എങ്കിൽ ശരി, പക്ഷെ ഒരു കാര്യം നിങ്ങൾ തന്നെ പറയണം. ഞങ്ങളുടെ ശുദ്ധിക്കുള്ള ഒരു ഉപായം, ഈ പാപത്തിൽ നിന്ന് മുക്തരാകാനുള്ള ഒരു ഉപായം പറഞ്ഞു തരണം. എല്ലാ പാപത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഉപായമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് ക്ഷമയാചിച്ച് 3 തവണ ബ്രഹ്മഗിരിയെ പ്രദക്ഷിണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തി ആ ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത് സ്വയം പവിത്രരാകേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും. ഞങ്ങൾ ഇരുവരും
ഭഗവാൻ പരമശിവനെ ആരാധിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് പൂജകൾ ചെയ്യും. കൂടാതെ ബ്രഹ്മഗിരിയെ പ്രദക്ഷിണം വെച്ച് ഞങ്ങളുടേതായ പ്രായശ്ചിത്ത കർമ്മം പൂർത്തിയാക്കും. അതുകൊണ്ടൊന്നും പ്രായശ്ചിത്തം പൂർണ്ണമാവുകയില്ല. നിങ്ങൾക്ക് ഗംഗയെ ബ്രഹ്മഗിരിയിൽ കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾക്ക് ഗംഗയെ ബ്രഹ്മഗിരിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രായശ്ചിത്തം അപൂർണമായി തന്നെ ഇരിക്കും. ഇല്ല ദേവിമാരെ, ഞങ്ങൾ പൂർണ്ണ പ്രായശ്ചിത്തം ചെയ്യും. ജീവപര്യന്തം ഈ പ്രായശ്ചിത്തം ചെയ്തുകൊള്ളുക. ഓം നമഃ ശിവായ.